സംഭവം എന്താണ്? ഇന്ന് ഇന്നത്തെ കണ്ട ഒരു കാഴ്ച പറയാൻ വേണ്ടിയിട്ടൊക്കെയായിരുന്നു. അതായത് വൈകുന്നേരം ആകുമ്പം ഈ അന്യ സംസ്ഥാനത്തെ രണ്ടാൾക്കാർ, ഈ ഫോട്ടോയിൽ കാണുന്ന രണ്ടാൾക്കാർ ഈ റോഡ് സൈഡിൽ വന്നിരിക്കുകയായിരുന്നു. എന്നിട്ട് അവർ പറയുന്നു, നമ്മ ഇങ്ങനെ പണി അന്വേഷിച്ച് വന്നു, തിരിച്ച് നാട്ടിൽ പോകണം, നമ്മളെ പൈസയും ഇതെല്ലാം കൊള്ളയടിക്കപ്പെട്ടു, അതുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പൈസയില്ല. അങ്ങനെ കുറേ ആൾക്കാരോട് പറയുന്നത്. എല്ലാവരും 100-200, എല്ലാവരും 100 രൂപ 50 രൂപ എന്നത് ഈ അവസ്ഥ കണ്ടിട്ട് വർക്ക്ഷോപ്പിലെല്ലാം പണിയെടുക്കുന്നവർ വീട്ടിൽ കുഞ്ഞിക്കെന്ന മുട്ടയിലും പണിക്കാൻ വേണ്ടിയിരുന്ന പൈസ 50-100 അവർക്ക് കൊടുക്കാന്ന്, മീൻ വരെ വാങ്ങാണ്ട് 100 രൂപ 50 രൂപ അവർക്ക് കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് ഇവരെ ഡൗട്ടായി പോയി, ഇവരിങ്ങനെ എല്ലാവരോടും പൈസ മേടിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ തട്ടിപ്പല്ലേ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഹിന്ദി അങ്ങനെ സംസാരിക്കാനാവുന്നില്ല. അങ്ങനെ ഞാൻ സഫ്രോണിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴേക്ക് ആടിയും രണ്ടാളിരിക്കുന്നു, ഇതേപോലെ രണ്ടാൾക്കാർ. ഞാൻ അവരെ ഫോട്ടോ കൂടെ എടുത്ത്, അവരെ ഫോട്ടോ സഫ്രോണിൻ്റെ മുമ്പിലെ രണ്ടാൾക്കാർ. അപ്പോൾ അവരെ ഫോട്ടോ എടുത്തിട്ടാകുമ്പോൾ അവരും ഇങ്ങനെ ഇതേപോലെ ചോദിക്കുന്നു. എനിക്ക് നല്ല ദേഷ്യം വന്നു. ഞാൻ ചോദിക്കും, ഇങ്ങനെ എത്ര ആളുണ്ട്? അപ്പം നമുക്ക് പൈസ എന്ന് പറയാം. ഞാൻ പറഞ്ഞു, ഈ ഫോട്ടോ കാണിച്ചു കൊടുത്തു. ഇത് അത് നമ്മളാളിനെ, നമ്മൾ 4 ആൾക്കാരുണ്ട് ഇങ്ങനെ എന്തെങ്കിലും മേടിച്ചിട്ട് നാട്ടിലേക്ക് പോകുന്നതാണ്. അപ്പം അങ്ങനെ മേടിക്കാൻ വേണ്ടിയിരിക്കുന്നത് ഇത് വെറും തട്ടിപ്പാണ്. ഇങ്ങനെ വന്നവർക്ക് ഒരു, അതായത് ഇവിടെ റോഡ് സൈഡിലൊക്കെ വന്നിട്ട് അവർ പറയുന്നത് എന്റെ സാധനങ്ങളൊക്കെ അപഹരിച്ചിട്ടുണ്ട്, മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് നാട്ടിലേക്ക് വേണ്ടി വണ്ടി പൈസ ഇല്ലാഞ്ഞിട്ടാണ് ഇവര് പിരിമുടത്തുന്നത്, അല്ലെ? അന്യ സംസ്ഥാനത്തിലെ കുറച്ച് ആളുകൾ വന്നിട്ട്. അപ്പൊ 4 ആൾക്കാരാ ഹിന്ദിയിൽ സംസാരിക്കാൻ. നമ്മ ഈ മറ്റുള്ള സംസ്ഥാനക്കാരോട് അമിതമായ ഇതാന്നല്ല, സ്നേഹമാന്നല്ല. അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവരെ നാട്ടിലെത്തിക്കുക. അതിന്റെ മലയാളികളുടെ ബോധം ഉണർന്നതിന്റെ ഭാഗമായിട്ടാണ് വീട്ടിൽ കുഞ്ഞിക്ക് മേടിച്ചു കൊടുക്കേണ്ട 50 രൂപ മുട്ടായും ബിസ്ക്കറ്റും കൊണ്ടുവന്നത് അവർക്ക് കൊടുക്കുന്ന. അങ്ങനെ നാട്ടിൽ പോട്ടുന്നുണ്ട്. അങ്ങനെ ഇത് ഒരാളോടും രണ്ടാളോടല്ല, തുടർച്ചയായിട്ട് ആൾക്കാരോട് മേടിക്കുമ്പോൾ ഇത് ശ്രദ്ധിക്കപ്പെടുന്നു. അപ്പൊ അങ്ങനെ പറയും. ചെറുത്തൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഇന്ന് ഇപ്പൊ ജനുവരി 26-ാം തീയതിയാണ് സംഭവം കണ്ടത്. ഇന്നുണ്ടായ ഒരു സംഭവമാണ്. പക്ഷെ അതില് നമ്മ അറിയാണ്ട് വിടുകയുന്നു. എനിക്ക് യാദർച്ഛ്യമായി ഞാൻ കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ ആടിയും 2 ആൾക്കാർ. അപ്പൊ അതൊരു ടീം, ഒരു തട്ടിപ്പ് സംഘമാണ് ചെറുത്തൂർ കേന്ദ്രീകരിച്ച് ഇവിടെ വന്നിട്ട് നാട്ടുകാരുടെ പണം അപഹരിക്കുന്നത്. അതായത് തട്ടിപ്പറിക്കുന്ന പരസ്യമായ ഒരു തട്ടിപ്പ്. ശരിക്കും രഹസ്യമായ തട്ടിപ്പ് വരെ നടക്കുന്നുണ്ടാവും. പക്ഷെ പരസ്യമായിട്ട് ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു തട്ടിപ്പ് ചെറുത്തൂർ നടക്കുന്നത്. അപ്പൊ ഒരുപാട് ആളുകൾ അതില് പെടാണ്ടിരിക്കുക. വീട്ടിലേക്ക് എന്തെങ്കിലും മേടിക്കുക, കുഞ്ഞൊക്കെ തന്നെ ഒരു മുട്ടായി മേടിച്ചു കൊണ്ടുപോകുക എന്നല്ല എന്റെ ഒരു താല്പര്യം. ഇങ്ങനെ ഒരു കാരണവശാലും പൈസ കൊടുക്കാൻ പാടില്ല. അവരിങ്ങനെ അവരെ കാണുമ്പോൾ അവരെ അവസരം കാണുമ്പോൾ അറിയാണ്ട് കൊടുത്തു പോകും. അത് അവരെ വേഷം കെട്ടൽ മാത്രമാണ്. അത് യാഥാർത്ഥ്യമായിട്ട് ഒന്നുമില്ല. അത് ഈ ഭാഗത്താണ് ഇന്ന് ഉണ്ടായതല്ല. ഈ ഭാഗങ്ങളിൽ ഇത് 2 പേര്, അതായത് 2 ആൾക്കാരാണ് ഈ ഭാഗത്ത് കുറച്ച് നേരത്തെ ഉണ്ടായത്. അപ്പോ ഈ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് ഈ ഭാഗത്താണ് ഇവരുള്ളത്. നിങ്ങളുടെ ശ്രദ്ധയിൽ ഈ 2 ടീം ചിലപ്പോൾ മറ്റു ഭാഗങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ടല്ലോ. അതായത് ഇവർ ഇന്ന് ഇവിടെ ആയിരിക്കും, ചെറുത്തായിരിക്കും, നാളെ ചിലപ്പോൾ നെല്ലിശ്ശേരത്തായിരിക്കാം, പിന്നെ മറ്റന്നാൾ തൃക്കരിപ്പൂരായിരിക്കാം, പയ്യന്നൂരായിരിക്കാം. അപ്പൊ ഈ വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ ഈ 2 ആൾക്കാർ ഫോട്ടോ കാണാൻ പറ്റില്ലല്ലോ. അവരെ ഫോട്ടോ എടുത്ത് ഞാമിനായിട്ട് അത്ര ഇത് കൊടുത്തിട്ടാ. ഈ 2 ആൾക്കാരാണ് ഇവർ രണ്ടാൾക്ക് ഒരു ടീം, ഒരാണുങ്ങളും ഒരു പെണ്ണുങ്ങളും. അവർ ആ രീതിയിലേ വരും. അവര് പെട്ടെന്ന് ഒരു മനസ്സലിയാൻ വേണ്ടിയിട്ട്, ഈ കുടുംബത്തില് ചിന്തിക്കുന്നവർക്കെല്ലാം പെട്ടെന്ന് മനസ്സലിയാൻ വേണ്ടിയിട്ട് ഫാമിലി അവരകപ്പെട്ടു പോയി, അവരവസ്ഥ അങ്ങനെ അറിയാണ്ട് കൊടുത്തു പോകുന്നതാണ് ഇതെല്ലാം. അപ്പൊ അവര് ചോദിക്കുന്ന ആൾക്കാർ 100-200 ഒക്കെ എടുത്തിട്ട് അങ്ങനെ അറിയാണ്ട് കൊടുക്കുന്നു. പക്ഷെ അവര് യഥാർത്ഥത്തിൽ അവര് ടീമാണ്. അപ്പൊ വളരെ ശ്രദ്ധിക്കാനുണ്ട്. ഒരു കാരണവശാലും പൈസ കൊടുക്കാൻ പാടില്ല. അപ്പൊ ഇവിടെ നമ്മുടെ കൂടെ മനോജേട്ടൻ ഇപ്പം കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പൊ ഇന്ന് ഈ ജനുവരി 26-ാം തീയതി വൈകുന്നേരം ചെറുത്തൂർ കൊണ്ടൊരു കാഴ്ചയാണ്. അപ്പൊ 2 ആൾക്കാർ 2 ഭാഗങ്ങളിൽ വെച്ചിട്ട് ഈ ഒരു പണപ്പിരിവാണ് നടത്തുന്നത്. തീർച്ചയായും ഇത്തരം തട്ടിപ്പുകൾ കുടുങ്ങാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഓക്കെ.